നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിന്നെ കമന്റ്സ് നോക്കി, സ്റ്റേറ്റ്മെന്റ്സ് നോക്കി, അതുപോലെ തന്നെ വേരിയബിൾസിനെ പറ്റിയിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഐഡന്റിഫയേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിൾസിനൊക്കെ കൊടുക്കുന്ന യുണീക്ക് ആയിട്ട് ഒരു നെയിം. നമ്മൾ പറഞ്ഞു വേരിയബിൾസിന് നമ്മളൊരു നെയിം കൊടുക്കുന്നു, മൈ ഏജ്, മൈ നെയിം എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ നെയിംസിനെ ആണ് എന്ത് പറയുന്നത്, ഐഡന്റിഫയർ എന്ന് പറയുന്നത്. അതായത് വേരിയബിൾ മസ്റ്റ് ബി ഐഡന്റിഫൈഡ് വിത്ത് എ യുണീക് നെയിം. ഒരു വേരിയബിളിനെ ഒരു യുണീക് നെയിം വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടേ ഓരോ വേരിയബിളിനെ നമ്മൾ എന്ത് പേരാ കൊടുത്ത ആ പേരായിരിക്കും വീണ്ടും നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യുണീക് നെയിം വെച്ചിട്ട് വേരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ യുണീക് നെയിംസിനെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഐഡന്റിഫയർ എന്ന് പറഞ്ഞാല് പിന്നെന്താ, അത് ചെറിയ ചെറിയ നെയിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ നെയിംസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഐഡന്റിഫയേഴ്സ് ക്യാൻ ബി ഷോർട്ട് നെയിം. എങ്ങനെ കൊടുക്കാം, നമുക്ക് എക്സ്, വൈ, എ, ബി അങ്ങനെ ചെറിയ ചെറിയ പേരുകൾ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏജ്, സമ്മ്, ടോട്ടൽ വോളിയം, കണ്ടോ ഇതേപോലെയും നമുക്ക് എന്ത് കൊടുക്കാം, ഐഡന്റിഫയേഴ്സിന് നെയിം കൊടുക്കാം. അപ്പൊ ഈ ഐഡന്റിഫയേഴ്സിന് അല്ലെങ്കിൽ വേരിയബിൾസിനൊക്കെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില റൂൾസ് ഉണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ റൂൾസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. റൂൾസ് എക്സാമിന് ചോദിക്കും. ചിലപ്പോ നമ്മൾക്ക് ഒരു വേരിയബിൾ നെയിം തരും, എന്നിട്ട് ഇതില് കറക്റ്റ് ഏതാ എന്ന് ചോദിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇതിൽ തെറ്റായ കുറച്ച് 3-4 വേരിയബിൾ നെയിം തന്നിട്ട് ഇതിൽ വേരിയബിൾ നെയിം ആകാൻ പാടില്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള വേരിയബിൾ നെയിം ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ എഴുതണമെങ്കിൽ എന്തൊക്കെ റൂൾസ് ആണ് ഈ വേരിയബിളിന് നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നെയിംസ് ക്യാൻ കണ്ടെയ്ൻ ലെറ്റേഴ്സ്, ഡിജിറ്റ് ആൻഡ് അണ്ടർസ്കോർ. ഒരു പേര് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരാം, ലെറ്റേഴ്സ് വരാം, ഡിജിറ്റ് വരാം, അണ്ടർസ്കോർ വരാം. ഇത് മൂന്നും വരാം. ലെറ്റേഴ്സ്, ഡിജിറ്റ്, അണ്ടർസ്കോർ വരാം. ഇനി അതിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നെയിം മസ്റ്റ് ബിഗിൻ വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഒരു പേര് തുടങ്ങുന്നത് ഒന്നുകിൽ ഒരു ലെറ്ററിലോ അല്ലെങ്കിൽ അണ്ടർസ്കോറിലോ ആയിരിക്കണം. ഡിജിറ്റ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പേര് തുടങ്ങുന്ന സ്ഥലത്ത് ഡിജിറ്റ് ഒന്നും വരാൻ പാടില്ല. ഇപ്പൊ നമുക്ക് ഏജ് കൊടുക്കാം, അതുപോലെ തന്നെ അണ്ടർസ്കോർ ഏജ് അത് കൊടുക്കാം. പക്ഷെ 1 ഏജ് അങ്ങനെ കൊടുക്കാൻ പാടില്ല, നമ്പർ കൊടുക്കാൻ പാടില്ല. തുടങ്ങുന്നത് എപ്പോഴും അണ്ടർസ്കോറിലോ ലെറ്ററിലോ ആയിരിക്കണം. ഇനി നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. നെയിംസ് എന്താണ്, കേസ് സെൻസിറ്റീവ് ആണ്. നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററും യൂസ് ചെയ്യാം. പക്ഷെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുന്നതും ഒന്നല്ല. അതായത് നോക്കിയേ, മൈവാർ, ഇവിടെ മൈവാർ എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ. ഈ മൈ കഴിഞ്ഞിട്ടുള്ള വി എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. പക്ഷെ ഇവിടെ മൈവാർ എന്ന് എഴുതിയേക്കുന്നത് എന്താണ്, ഇത് ഫുള്ള് സ്മോൾ ലെറ്റർ ആണ്. പക്ഷെ ഇതും ഒന്നല്ല, രണ്ടും രണ്ടാണ്. അപ്പൊ ഒരിടത്ത് നമ്മൾ വേരിയബിളിന് ഈ രീതിയിലാണ് മൈവാർ യൂസ് ചെയ്തതെങ്കിൽ അടുത്തടുത്ത് നമുക്ക് ഇതേ വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ തന്നെ കൊടുക്കണം. ഇപ്പൊ നമ്മള് ഇന്റെ മൈവാർ ഈസ് ഈക്വൽ ടു 5 എന്നിട്ട് സി ഔട്ടിനകത്ത് ഈ മൈവാർ കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ മൈവാർ ഈസ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യത്തില്ല. അതായത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരേ രീതിയിൽ തന്നെ യൂസ് ചെയ്യണം. ഇത് രണ്ടും എന്താണ്, ഡിഫറന്റ് ആണ്, കേസ് സെൻസിറ്റീവ് ആണ് വേരിയബിളിനെ. അതുപോലെ തന്നെ നെയിംസ് കനോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസ് ഓർ സ്പെഷ്യൽ ക്യാരക്ടർ ലൈക്ക് നോട്ട്, ഹാഷ്, പെർസെന്റേജ്. അതായത് രണ്ട് നെയിംസിന്റെ ഇടയില് സ്പേസ് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നോട്ട്, അതായത് എക്സ്ക്ലമേഷൻ മാർക്ക്, ഹാഷ്, പെർസെന്റേജ് പോലെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കൊടുക്കാൻ പാടില്ല. ഇപ്പൊ ഈ മൈവാർ എന്ന് എഴുതിയേക്കുന്നത് ഇവിടെ കണ്ടോ, ക്യാപിറ്റൽ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ എന്ത് പാടില്ല, രണ്ട് വേർഡ്, രണ്ടും 2 വേർഡാണ്. 2 വേർഡിനെ ഒറ്റയാക്കി നമ്മൾ ഒരു വേരിയബിൾ നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ സ്പേസ് ഇടാൻ പാടില്ല. പകരം നമുക്ക് ക്യാപിറ്റലൈസേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി റിസർവ്ഡ് വേർഡ്സ് ലൈക്ക് C++ കീവേഡ്സ് സച്ച് ആസ് ഇൻ cannot be used as names. അതായത് റിസർവ്ഡ് വേർഡ്സ്, അതായത് കീവേഡ് നമുക്ക് പഠിക്കാനുള്ളതാണ്. C++ലെ കീവേഡ് എന്ന് പറഞ്ഞാല് ഇതിൽ നമുക്ക് ചില വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് സ്പെഷ്യൽ മീനിങ് ഉള്ള വേർഡ്സ് ആണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ കീവേഡ്സ് ഒരിക്കലും ഒരു വേരിയബിളിന്റെ നെയിം ആയിട്ട് കൊടുക്കാൻ പാടില്ല. അതായത് ഇന്റ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, നമ്മൾ പഠിച്ചതാണ്. എന്താണ്, ഇന്റിജറിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഇന്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബൂൾ ആണെങ്കിൽ ബൂളിയനെ റെപ്രസെന്റ് ചെയ്യാൻ
ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ വേർഡ്സ് നമ്മുടെ C++ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതിന് കീവേഡ്സ് എന്നാ പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് മീനിങ് ഉള്ള വേർഡ്സ് ആണ്. ഇങ്ങനെയുള്ള വേർഡ്സ് ഒന്നും നമ്മുടെ വേരിയബിൾസിന്റെ നെയിം ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ ഇന്റ് ഈസ് ഈക്വൽ ടു 5 അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഒരു വേരിയബിളിന് നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് നോക്കാനുള്ളത് C++ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റിന്റെ പേര് തന്നെ ഉണ്ട്, എന്താ? ചേഞ്ച് ചെയ്യാത്ത വാല്യൂസ് ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കും. നോക്കി, വെൻ യു ഡു നോട്ട് വാണ്ട് അതേഴ്സ് ഓർ യുവർ സെൽഫ് ടു ചേഞ്ച് എക്സിസ്റ്റിംഗ് വേരിയബിൾ വാല്യൂസ് യൂസ് ദ കോൺസ്റ്റ് കീവേഡ്. ഇപ്പൊ നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നമ്മുടെ പ്രോഗ്രാമിലുള്ള ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കും. കോൺസ്റ്റന്റ് ആക്കുന്ന വാല്യൂസിനെ ഒരു വേരിയബിളിനെ നമുക്ക് ചേഞ്ച് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസ്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. This will declare the variable as constant, which means unchangeable and read only. അതെന്താണ്? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, റീഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതാണ് കോൺസ്റ്റന്റ്. എക്സാമ്പിൾ നോക്കിയേ, കോൺസ്റ്റ് ഇന്റ് മൈനം ഈസ് ഈക്വൽ ടു 15. ഇവിടെ എന്താണ്? മൈനം എന്ന് പറയുന്ന വേരിയബിള് കോൺസ്റ്റന്റ് ആണ്, ഇന്റിജർ ആണ്, ടൈപ്പ് ഇന്റിജർ ആണ്. അതുപോലെ തന്നെ ഇത് കോൺസ്റ്റന്റ് ആണ്, ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണ്ട. ഇതിന്റെ വാല്യൂ എത്രയാണ്? 15 ആണ്. അപ്പൊ മൈനം വിൽ ആൾവേസ് ബി 15. എപ്പോഴും എത്രയായിരിക്കും മൈനമിന്റെ വാല്യൂ? 15 ആയിരിക്കും. ഇനി നമ്മൾ മൈനം ഇസ് ഈക്വൽ ടു 10 എന്നൊരു പ്രോഗ്രാമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ വീണ്ടും നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്, സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്, മൈനം ഇസ് ഈക്വൽ ടു 10. ഇതെന്താണ്? എറർ ആണ്. അതായത് മൈനം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, 15 ആണ് വാല്യൂ എന്ന്. പിന്നീട് അതിന് 10 കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ എന്താണ്? എറർ ആണ്. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നത്. യു ഷുഡ് ആൾവേസ് ഡിക്ലെയർ ദ വേരിയബിൾ ആസ് കോൺസ്റ്റന്റ് വെൻ യു ഹാവ് വാല്യൂസ് ദാറ്റ് ആർ അൺലൈക്ലി ടു ചേഞ്ച്. അതായത് ഏതെങ്കിലും വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടാത്ത വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യാം? കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. എക്സാമ്പിൾ നോക്കിയേ, കോൺസ്റ്റ് ഇന്റ് മിനിറ്റ്സ് പെർ അവർ ഈസ് ഈക്വൽ ടു 60. അതായത് എന്താ? ഒരു അവറിൽ എത്ര മിനിറ്റ്സ് ഉണ്ട്? 60 മിനിറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ മിനിറ്റ്സ് പെർ അവർ എന്ന് പറയുന്നത് എന്താണ്? 60 ആണ്. അത് എവിടെ ആയാലും നമുക്ക് മാറ്റേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യാം? അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 ആണ്. അത് നമുക്ക് അറിയാവുന്നതാണ്, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണെന്ന് നമുക്കറിയാം. അപ്പൊ പൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പൈയുടെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? കോൺസ്റ്റ് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഡേറ്റ ടൈപ്പ് എന്താണ്? ഫ്ലോട്ട് ആണ്. അതായത് 3.14 എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. അതുകൊണ്ട് ഡേറ്റ ടൈപ്പ് എന്ത് കൊടുത്തിട്ടുണ്ട്? ഫ്ലോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് C++ലെ യൂസർ ഇൻപുട്ട് എന്താണെന്ന് നോക്കാം. അതായത് ഔട്ട്പുട്ട് നമ്മൾ പഠിച്ചെന്താണ്? ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സി ഔട്ട്. അതുപോലെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും വാല്യൂസ് കൊടുക്കുമ്പോൾ അതിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സി ഇൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സി ഇൻ ഈസ് എ പ്രീ ഡിഫൈൻഡ് വേരിയബിൾ ദാറ്റ് റീഡ്സ് ഡേറ്റ ഫ്രം ദ കീബോർഡ് വിത്ത് ദി എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. സി ഇന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഓപ്പറേറ്റർ ആണ്? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. കണ്ടോ, ഇങ്ങോട്ട് ഗ്രേറ്റർ ദാൻ സിമ്പൽ ആണ് നമ്മൾ കൊടുക്കുന്നത്. 2 ഗ്രേറ്റർ ദാൻ സിമ്പൽ ആണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സി ഔട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസർഷൻ ഓപ്പറേറ്റർ ആയിരുന്നു, ലെസ് ദാൻ സിമ്പൽ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വേരിയബിൾ ആണ്. കീബോർഡിൽ ഡേറ്റാസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ആണ്. തിരിഞ്ഞു പോകരുത്. സി ഇന്നിന്റെ കൂടെ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററും സി ഔട്ടിന്റെ കൂടെ ഇൻസർഷൻ ഓപ്പറേറ്ററുമാണ് യൂസ് ചെയ്യുന്നത്. ദ ഫോളോയിങ് എക്സാമ്പിൾ, ദ യൂസർ ക്യാൻ ഇൻപുട്ട് എ നമ്പർ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ എക്സ്. ദെൻ വി പ്രിന്റ് ദി വാല്യൂ ഓഫ് എക്സ്. അതിന് ഒരു എക്സാമ്പിൾ നമ്മൾ പറയാൻ പോവാണ്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഒരു വാല്യൂ എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇൻപുട്ട് ചെയ്യും. അതുപോലെ തന്നെ അതിനെ ഔട്ട്പുട്ട് ചെയ്യുകയും ചെയ്യുന്നത്. നോക്കി, ഇതാണ് എക്സാമ്പിൾ. ഇൻഡെക്സ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റിജർ വാല്യൂ ആണ്.
ഇനി ഇവിടെ സി ഔട്ട് എന്ന് പറയുമ്പോൾ എന്താ, പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത് പ്രിന്റ് ചെയ്യും? ടൈപ്പ് എ നമ്പർ. അപ്പൊ നമ്മുടെ സ്ക്രീനിൽ എന്ത് വരും? ടൈപ്പ് എ നമ്പർ എന്ന് വരും. അവിടെ നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. ഞാൻ ഇപ്പൊ 5 എന്ന് ഇവിടെ കൊടുക്കുമ്പോൾ സി ഇൻ എന്താണ്, നമ്മൾ ഇവിടെ കൊടുത്ത 5 എന്ന് പറയുന്ന വാല്യൂവിനെ ഇവിടെ എന്ത് ചെയ്യും? റീഡ് ചെയ്യും. അപ്പോൾ റീഡ് ചെയ്യുന്ന സി ഇൻ എക്സ്. അപ്പൊ ഏതിലാണ്? എക്സില് ഏത് വാല്യൂ സ്റ്റോർ ആകും? ഇവിടെ നമ്മൾ കൊടുക്കുന്ന നമ്പർ. ഞാൻ 5 എന്ന് കൊടുത്താൽ ആ നമ്പർ ഇവിടെ എക്സിൽ സ്റ്റോർ ആകും. എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ സി ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ അവിടെ റീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സി ഔട്ട്, അവിടെ എന്ത് പ്രിന്റ് ചെയ്ത് കാണിക്കും? യുവർ നമ്പർ ഈസ് എന്താണ് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്? എക്സ് ആണ് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ യുവർ നമ്പർ ഈസ് എന്ന് വരും, അതുപോലെ തന്നെ എക്സും വരും. എക്സ് അല്ല വരുന്നത്, എക്സിലെ വാല്യൂ. അപ്പൊ എക്സ് ഇവിടെ റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ എത്രയാണ്? 5. അപ്പൊ ഇവിടെ എന്ത് വരും? 5 എന്ന് വരും. അതായത് യുവർ നമ്പർ ഈസ് 5 എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. അതിനുള്ള എക്സാമ്പിൾ കാണിച്ചു തരാം. ഇനി ഇവിടെ നോക്കിയേ, സി ഔട്ട് ഈസ് യൂസ്ഡ് ഫോർ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് സി ഔട്ട്. ഏത് ഓപ്പറേറ്റർ? ഇൻസർഷൻ ഓപ്പറേറ്റർ. സി ഇൻ ആണെങ്കിൽ ഇൻപുട്ടിന് വേണ്ടിയിട്ട് ഏത് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ബോത്ത് സി ഇൻ ആൻഡ് സി ഔട്ട് ബിലോങ്സ് ടു ദി IO സ്ട്രീം ലൈബ്രറി. എവിടെയാണ് വരുന്നത്? നമ്മുടെ IO സ്ട്രീം യൂസ് ചെയ്യുന്നത് സി ഇന്നും സി ഔട്ടിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ ഹെഡർ ഫയലാണ് ഏത് IO സ്ട്രീം എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഷോർട്ട് ഫോർ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം. IO സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം എന്നാണ് IO സ്ട്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സി ഇനും സി ഔട്ടും ഒക്കെ എവിടെയാണ്, ഏത് ലൈബ്രറിയിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്? IO സ്ട്രീം എന്ന് പറയുന്ന ലൈബ്രറിയിൽ വരുന്നതാണ് സി ഇൻ സി ഔട്ട് പോലെയുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നോക്കി, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഇവിടെ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. IO സ്ട്രീം ഹാഷിംഗ് ഹെഡർ ഫയൽ കൊടുത്തിട്ടുണ്ട്. യൂസിങ് നെയിം സ്പേസ് std കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമാണ്. ഇന്റിജർ വാല്യൂ ആണ് എക്സ്. സി ഔട്ട് ടൈപ്പ് എ നമ്പർ. കണ്ടോ, ഇതാണ് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്, ടൈപ്പ് എ നമ്പർ. അപ്പൊ നമ്മുടെ സ്ക്രീനിൽ എന്തുണ്ട്? ഇവിടെ ടൈപ്പ് എ നമ്പർ എന്ന് പറയുന്നതുണ്ട്. ഇവിടെ ഞാനൊരു നമ്പർ എൻ്റർ ചെയ്യാൻ പോവാ. 9 എന്ന് പറയുന്ന നമ്പർ ഞാൻ എൻ്റർ ചെയ്തു. ഇനി നോക്കിയേ, അടുത്ത സി ഇൻ എക്സ്. സി ഇൻ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സിലേക്ക് ഈ 9 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആകും. അത് കഴിഞ്ഞിട്ട് സി ഔട്ട് അടുത്ത എന്താണ്? പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ യുവർ നമ്പർ ഈസ് എക്സ്. എക്സിലുള്ള വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. പിന്നെ എന്തും വരും? യുവർ നമ്പർ ഈസ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നല്ലേ. അപ്പൊ നമുക്ക് നോക്കിയാൽ 9 എന്ന് കൊടുത്തു. ഇനി ഞാൻ കീബോർഡിലെ എന്റർ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. എന്റർ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ എന്ത് വന്നു? ഈ 9 റീഡ് ചെയ്തു, എക്സിനകത്ത് സ്റ്റോർ ചെയ്തു. എക്സ് ഈസ് ഈക്വൽ ടു 9. ഇനി സി ഔട്ട് എന്താണ് പ്രിന്റ് ചെയ്തത്? യുവർ നമ്പർ ഈസ് എക്സ്. എക്സ് എന്താണ്? ഇവിടെ കൊടുക്കുന്ന ടെക്സ്റ്റ് നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കും. ഇവിടെ ഡബിൾ കോട്ട്സ് വേണ്ട, ഇതിനകത്തുള്ള വാല്യൂ ആണ് ഇവിടെ വരേണ്ടത്. അപ്പം ഡബിൾ കോട്ട്സിൽ നമ്മൾ എക്സ് എന്ന് കൊടുത്താൽ എന്താ? എക്സ് എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? എക്സ് കൊടുത്തു. അപ്പൊ എക്സ് ഇവിടെ സി എൻ എക്സ് എത്രയാണ് റീഡ് ചെയ്തത്? 9. യുവർ നമ്പർ ഈസ് 9 എന്ന് പ്രിന്റ് ചെയ്തു. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്